ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഭാരതത്തിന്റെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഒരു മണി കിലുക്കിക്കൊണ്ട് ഗോവൻ തീരത്തുകൂടെ സുവിശേഷം പ്രസംഗിച്ച് നടന്നുകൊണ്ട് ഒരുപാട് ആത്മാക്കളെ നേടിയെടുത്ത, ഇന്നും അഴുകാതെ ഇരിക്കുന്ന ഒരു വിശുദ്ധന്റെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. വലിയ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചിട്ടും ഈശോയ്ക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, വചനം പങ്കുവെക്കാനായിട്ട് എല്ലാം പരിത്യജിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച വിശുദ്ധന്റെ തിരുനാളിന്റെ ആശംസകൾ ആദ്യമേ തന്നെ നേർന്നുകൊള്ളുകയാണ്. ഇന്നത്തെ വചനത്തിൽ ഈശോ വ്യക്തമായി പറയുന്നുണ്ട്, സുവിശേഷ യാത്രയിൽ ഒന്നും നിന്നെ ഭാരപ്പെടുത്തരുതെന്ന്. ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതം അപ്രകാരമായിരുന്നു. ഒന്നുമില്ലാതെ ഭാരപ്പെടുത്താത്ത ഒരു ലളിതമായ ജീവിതം. അദ്ദേഹം കഴിച്ചിരുന്നത് തവിടും കഞ്ഞിവെള്ളവും ഒക്കെയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സുവിശേഷത്തിൽ പറയുന്നു, അപ്പമോ സഞ്ചിയോ പണമോ ഒന്നും നീ കരുതി വെക്കരുതെന്ന്. ചില കരുതലുകൾ കതിരുകളായി നമ്മുടെ ഹൃദയത്തിൽ വളർന്ന് വിളകൾ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് കരുതി വെക്കലുകൾ പാടില്ലെന്ന് ഈശോ പറയുന്നത്. വചന ജീവിതത്തിൽ നിനക്ക് ഒന്നും സ്വന്തമാവില്ലെന്ന് ഈശോ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഓരോ പട്ടണങ്ങളിലും കയറി ചെന്ന് വചനം പ്രസംഗിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു ഭവനത്തിൽ നിനക്ക് അന്തിയുറങ്ങാൻ ദൈവം പ്രത്യേകം സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതേ സ്നേഹമുള്ളവരെ, സഞ്ചാരിക്ക് എവിടെയാണ് മേൽവിലാസം? അവൻ സഞ്ചരിക്കുകയാണ്. സുവിശേഷ പ്രഘോഷകൻ എന്ന കുറിപ്പോടുകൂടി അവൻ സഞ്ചരിക്കുകയാണ്. മേൽവിലാസങ്ങളില്ലാത്ത ഒരു ജീവിതമായി മാറുകയാണ് സുവിശേഷ പ്രഘോഷകന്റെ. നീ ഭാരമാവാതിരിക്കുക, നിനക്കൊന്നും ഭാരമാവാതിരിക്കുക. ഭാരമായതൊക്കെ ഉപേക്ഷിക്കാൻ പാടാം. അതുകൊണ്ടാണ് യൂദാസിനും അനന്യാസിനും സഫീറായ്ക്കും സംഭവിച്ചത്. അവരെ ചിലതൊക്കെ ഭാരപ്പെടുത്തി. ക്രിസ്തുവിനെ നേടാൻ പറ്റാത്ത വിധം അവർ ഭാരമുള്ളതൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. സ്നേഹമുള്ളവരെ, നമുക്ക് സുവിശേഷത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ആത്മാക്കളെ നേടാനുള്ള തീക്ഷ്ണതയിൽ നമുക്ക് മുന്നേറാം. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ സ്വന്തമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.